കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നാളെ ഊശാന പെരുന്നാൾ. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ മനോഹരമായി പ്രതിപാദിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു, അത്യുന്നതങ്ങളിൽ ഊശാന. വിനയ സമന്വിതമായ കർത്താവിൻ്റെ യെരൂശലേം പ്രവേശനം. ആഘോഷപൂർവം യെരൂശലേമിൽ ഒരു ജേതാവിനെ പോലെ പ്രവേശിക്കുവാനെടുത്ത തീരുമാനം അനേകരിൽ നവ ചൈതന്യം ഉളവാക്കി. അനേക അത്ഭുതങ്ങൾ കണ്ടവർ. അവസാനമായി ലാസറിനെ ഉയർപ്പിച്ചതുകൂടി ആയപ്പോൾ ജനം ഇളകി. ഒരു മനുഷ്യ മഹാസമുദ്രം. ശാന്തി നികേതനം എന്നറിയപ്പെടുന്ന യെരൂശലേമിലേക്കുള്ള പ്രവേശനം. സഖറിയായും ദാവീദും മുൻകൂട്ടി പ്രവചിച്ച ഒരു ജൈത്രയാത്ര. പ്രശാന്ത ഗംഭീരനായി പ്രൗഢിയോടെ രാജാവിൻ്റെ തലയെടുപ്പോടെ കഴുതക്കുട്ടപ്പുറത്ത് സമാധാനത്തിൻ്റെ രാജകുമാരൻ കടന്നുവരുന്നു. ഉടുതുണി കൊണ്ട് വഴിയൊരുക്കിയ സാധാരണക്കാർ, നിഷ്കളങ്കരായവർ. പണ്ട് അവൻ്റെ ജനനത്തിൽ മാലാഖവൃന്ദം ഗാനം ആലപിച്ചു. നിഷ്കളങ്കരായ ആട്ടിടയന്മാർ അവനെ കണ്ട് സന്തോഷിച്ചു. വിദ്വാൻമാർ 3 രാജ്യങ്ങളിൽ നിന്നായി എത്തി കാഴ്ചകൾ അർപ്പിച്ചു. രാജാതിരാജന്റെ ആദ്യത്തെ സ്വീകരണം പുൽക്കൂട്ടിൽ. ഇവിടെ യെരൂശലേമിൽ ശിഷ്യന്മാർ അവരുടെ പുതപ്പുകൾ കഴുതമേൽ വിരിച്ചു. ഒരു പുഞ്ചിരിയോടെ അവൻ ആ കഴുതപ്പുറമെന്ന സിംഹാസനത്തിൽ ഇരുന്നു. അസൂയാലുക്കൾ, കപടഭക്തർ, നന്മ തിരിച്ചറിയാത്തവർ, ശാസ്ത്രിമാർ, പരീശന്മാർ അവരെ വിലക്കുവാനായിട്ട് ആവശ്യപ്പെടും. അവന്റെ മറുപടി, ഇവരാർത്ത് വിളിച്ചില്ലെങ്കിൽ കല്ലുകൾ ആർത്തി വിളിക്കും. സ്നേഹമുള്ളവരെ, ഇവിടെ ഈ സംഭവത്തിൽ നാം കാണുന്നു, യാഥാർത്ഥ്യങ്ങളെ ഗോപനം ചെയ്യുന്ന മുൻവിധികളും താല്പര്യങ്ങളും നാശകരമാകുന്നു എന്ന്. സ്വപ്രതിപത്തികളും വിപ്രതിപത്തികളും നിമിത്തം അവനെ യഥോചിതം സ്വീകരിക്കുവാൻ, പങ്കാളികളാകുവാൻ പലർക്കും കഴിഞ്ഞില്ല. പ്രമാണികൾ, ധനവാന്മാർ, സുഖലോലുവർ, ഇവർക്കും പങ്കാളിത്തം പൂർണ്ണമാക്കുവാൻ കഴിയുന്നില്ല. നമുക്കൊന്നും കഴിയുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ പോയല്ലോ എന്നുള്ള നിരാശയുടെ അനുഭവം. നാം പറഞ്ഞു കേട്ടിട്ടുണ്ട്, കഷണ്ടിക്കും അസൂയയ്ക്കും മരുന്നില്ല. ഈ യഹൂദന്മാരിൽ നിന്നും നാം വിഭിന്നരാണോ? അദ്വിതീയ ദ്വേഷികൾ ഒരു മുള നുള്ളുമ്പോൾ അതേ സ്ഥാനത്ത് നിന്ന് പല മുളകൾ പൊട്ടി അവിടെ വർത്തമാനമായി തീരുന്നു. ഇന്നും ക്രിസ്തുമതത്തിന്റെ വളർച്ചയിലും നന്മ പ്രവൃത്തികളിലും അസൂയപ്പെടുന്നവർ ധാരാളമാണ്. ആട്ടിടയർ, കുഷ്ഠരോഗികൾ, പാപികൾ, ചുങ്കക്കാർ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ളവർക്ക് ഓശാന പാടാൻ അവകാശമുണ്ട്. ഓശാന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രക്ഷിക്കുക. ഗർഭപാത്രത്തിൽ കിടക്കുന്ന ശിശു ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യുമ്പോൾ അമ്മ സന്തോഷിക്കുന്നു. ഈ ലോകത്ത് നിന്ന് കുറച്ചുകൂടി സൗകര്യപ്രദമായ ഒരു ലോകത്തേക്ക് എന്നെ രക്ഷിക്കുന്ന ആ കുഞ്ഞ് ആർത്ത് വിളിക്കുന്നു, ഓശാന. ഈ ലോകത്ത് പിറന്നു വീണവൻ ഇതിനപ്പുറത്ത് വാഗ്ദത്ത ഭൂമിയിലേക്ക് കടന്നു ചെല്ലുവാൻ, യേശുവേ എന്നെ രക്ഷിക്കൂ എന്ന് ഓശാന പാടുന്നു. അഴിമതിയുടെയും അഹങ്കാരത്തിന്റെയും ന്യായപ്രമാണ നിയമങ്ങളുടെയും അമിത ബലത്തിലും സാധാരണക്കാരനെ വീർപ്പുമുട്ടിക്കുന്ന ഭരണകർത്താക്കളെ ഈ മശിഹ അടിച്ചോടിക്കുമെന്ന് അവർ വിശ്വസിച്ചു. വിനയം, താഴ്മ, സ്നേഹം ഇവയുള്ളവർക്ക് അവനോടൊപ്പം ആർപ്പോടെ നവചൈതന്യത്തോടെ ഈ ഊശാന പെരുന്നാളിൽ പങ്കുചേരാം. നമുക്കും ശ്രമിക്കാം, നമുക്കും പങ്കുചേരാം, നമുക്കും ഓശാന പാടാം. യേശു തമ്പുരാനെ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ എന്ന്. ഏവർക്കും ഊഷ്മളമായ ഊശാന പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു. നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.